സുപ്രഭാതം ഒരു ലഹരി വിരുദ്ധ യാത്ര നടത്തുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു യാത്ര നടത്തിയതുകൊണ്ട് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ലഹരി എന്ന മഹാവിപത്ത് ഒരു ദിവസം കൊണ്ട് എടുത്തു കളയപ്പെടാൻ പറ്റുമോ എന്ന്. ഒരിക്കലും ഇല്ല എന്ന് ചോദിച്ചവർക്കും ഞങ്ങളെ കാണുന്നവർക്കും ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ഞങ്ങൾക്കും അറിയാം. പക്ഷേ നാളെ പുതുതലമുറയോട് അരുതെന്ന് പറയാൻ ഉള്ള ആളുകളെ തയ്യാറാക്കി നിർത്തുക എന്നതും ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം കൂടി സുപ്രഭാതം എന്ന ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമ സ്ഥാപനം നിർവഹിക്കുന്നു എന്നതാണ്. ഒപ്പം സർക്കാരിന്, ജനങ്ങൾക്ക്, സമൂഹത്തിന് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനവരെ പ്രാപ്തരാക്കുക, അവരോട് ഉത്ബോധനം നടത്തുക എന്നതാണ് ഈ യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം സർക്കാരിന് മുൻപിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഏപ്രിൽ 7 മുതൽ 12 വരെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 20 കേന്ദ്രങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഏപ്രിൽ 12-ന് തിരൂരിൽ സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സർക്കാരിന് മുൻപിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. പൊതുസമൂഹത്തോട് പലതും പറയാനുണ്ട്. പൊതുസമൂഹത്തെ കേൾക്കാനുണ്ട്. പൊതുസമൂഹമാണ്, നിങ്ങളാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ. നിങ്ങൾക്കുള്ള വേദികളാണ് ആ 3 പോഡിയങ്ങൾ. 3 പോഡിയങ്ങളിൽ ഉള്ളത് വലിയ അതിഥികളെ സംബന്ധിച്ചിടത്തോളം സുപ്രഭാതത്തിൻ്റെ അതിഥി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്, നമ്മളാണ്. ഈ നമ്മളായിരിക്കണം നാളെ ഈ സമൂഹത്തോട് അരുതെന്ന് പറയാനുള്ള കൈകളെ ഉയർത്തേണ്ടതും നാവിനെ ഉയർത്തേണ്ടതും പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടേണ്ടതും. സുപ്രഭാതം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ലഹരിക്കെതിരെ, ലഹരിയോട് നോ പറയാം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ യാത്രയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പരിപാടിയുടെ അവതാരകൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ 20 കേന്ദ്രങ്ങളുടെ വിശദമായ വിവരങ്ങൾ സുപ്രഭാതത്തിൻ്റെ വെബ് ചാനലിൽ, അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണുക, മനസ്സിലാക്കുക. ഓരോ പോയിന്റിലും നിങ്ങൾ വരിക, പ്രോത്സാഹിപ്പിക്കുക, പിന്തുണക്കുക, പങ്കെടുക്കുക. ഈ യുദ്ധത്തിൽ നമ്മൾ ഒന്നിച്ചാണ്. പൊതുസമൂഹം നമ്മൾ ഒന്നിച്ച് നിൽക്കണം. കോവിഡിനെ നമ്മൾ നേരിട്ടതുപോലെ തന്നെ ഈ ഒരു മഹാമാരിയെയും നമ്മൾ നേരിടണം, നേരിട്ടേ പറ്റൂ. അത് അടുത്ത തലമുറക്ക് നമ്മൾ കൊടുക്കേണ്ട ഉറപ്പായിരിക്കണം. അതുകൊണ്ട് ഈ യാത്ര നമ്മുടേതാണ്. ഈ യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.